ആയിക്കോട്ടെ. ഈ ഷിക്കാഗോ പ്രയർ ലൈനിന്റെ ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ 4 വർഷത്തിൽ പരമായിട്ട് ഈ മീറ്റിംഗ് മുടക്കം കൂടാതെ നടക്കുന്നതിന് കർത്താവ് നമ്മെ സഹായിച്ചു. ഏകദേശം 3.5 വർഷത്തിൽ കൂടുതലായി 2021 മാർച്ച് മുതൽ 7 ദിവസവും ഈ മീറ്റിംഗ് നടക്കുന്നു. അത് മുടങ്ങാതെ നടക്കുന്നതിന് കർത്താവ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ആൾക്കൂട്ടമോ ബാഹുല്യമോ ഒന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഈ മീറ്റിംഗ് പൂർണ്ണമായും വോളണ്ടറി ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. ഒരു ചർച്ചിന്റെ ഭാഗമല്ല. ഒരു ചർച്ച് മീറ്റിംഗ് ആണെങ്കിൽ വന്നില്ലെങ്കിൽ നമുക്ക് വിളിച്ച ആളുകളോട് മെമ്പേഴ്സിനോട് ചോദിക്കാം, നമ്മുടെ മീറ്റിങ്ങിന് കണ്ടില്ലല്ലോ. ഇത് പൂർണ്ണമായിട്ടും വോളണ്ടറി ആയിട്ടുള്ള മീറ്റിംഗ് ആണ്. ഓരോ ദിവസവും ഈ പ്രയർ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൻ്റെ ദാസന്മാര് ഇന്ത്യയിലെ പല ഭാഗം, ഒരാള് ഷോലാപൂരിൽ താമസിക്കുന്നു, മഹാരാഷ്ട്രയിലെ വേറൊരാള് തിരുവനന്തപുരത്ത് നിന്ന് നേതൃത്വം കൊടുക്കുന്നു, വേറൊരാള് റാന്നിയിൽ നിന്ന് സംസാരിക്കുന്നു, വേറൊരാള് ഡൽഹിയിൽ നിന്ന് സംസാരിക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ ഇരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരാണ് ഈ മീറ്റിങ്ങിൽ നേതൃത്വം കൊടുക്കുന്നത്. അത് വോളണ്ടറി ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. കർത്താവ് ഇത്രത്തോളം ഇത് വളരെ മുടങ്ങാതെ നടക്കുന്നതിനും അനേകർക്ക് ഇത് ഒരു അനുഗ്രഹമാകുന്നതിനും മുഖാന്തരമാകുന്നു എന്ന് കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ചുരുക്കം പേരായിട്ടാണെങ്കിലും നമ്മൾ പതിവായിട്ട് ചേർന്ന് വന്ന് 1 മണിക്കൂറെങ്കിലും കർത്താവിൻ്റെ 1 മണിക്കൂർ കൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നത് എത്ര അനുഗ്രഹകരമാണ്. എല്ലാവരെയും ഞാൻ കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അഭിവാദനം ചെയ്യുന്നു. നമ്മൾ ഈ പ്രയർ ലൈനിൽ വന്ന് ഒരു കൂട്ടായ്മയായിട്ട് ഇരിക്കുന്നതിൽ എത്ര അനുഗ്രഹകരമാണ്. അത് കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. തുടർന്നും ഈ പ്രയർ ലൈൻ നമുക്ക് ഏവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മോട് തിരുവനന്തപുരം സംസാരിക്കുന്നത് പാസ്റ്റർ സാം മാത്യു. കർത്താവിൻ്റെ ദാസനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് 2017 ആയിരിക്കും. 2017 അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു പുതിയ റീജിയൻ, മലയാളം അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു പുതിയ റീജിയൻ ഇവിടെ തുടങ്ങാനായിട്ട് തീരുമാനിച്ചു. ഗ്രേറ്റ് ലേക്സ് റീജിയൻ, ഈ ഇല്ലിനോയ്, മിഷിഗൺ തുടങ്ങി 4-5 മധ്യദേശത്തുള്ള 4-5 സ്റ്റേറ്റുകൾ ചേർന്ന് ആ സ്റ്റേറ്റുകളിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡിലെ മലയാളം അസംബ്ലീസ് ഓഫ് ഗോഡിലെ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു റീജിയൻ തുടങ്ങാനായിട്ട് തീരുമാനിച്ച്, അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ഷിക്കാഗോയിൽ നിന്നുള്ള അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ചില പാസ്റ്റർമാർ, ഞങ്ങൾ കുറച്ച് പേര് ഡെട്രോയിറ്റിൽ ചെന്ന് അവിടെ ഒരു മീറ്റിംഗ് ചെയ്തു. ആ സമയത്താണ് കർത്താവിൻ്റെ ദാസനെ ആദ്യമായിട്ട് കണ്ടത്. അന്ന് ഡെട്രോയിറ്റിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു ചർച്ചിൽ അസോസിയേറ്റ് പാസ്റ്ററായിട്ട്, തൻ്റെ വേറെ ഒരു ജോലിയും അതുപോലെ തന്നെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അന്ന് ഞങ്ങൾ കണ്ടു. പിന്നീട് ഞങ്ങൾ കണ്ടേയില്ല. പിന്നീട് യാതൊരു വിധത്തിലും കോണ്ടാക്റ്റും ചെയ്തില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച അവിടെ ഫ്ലോറിഡയിൽ ചെന്ന, ടാമ്പയിൽ ചെന്ന അവിടെ ഒരു ചർച്ചിൽ ബെഥൽ ഓഫ് ബ്രാൻഡൻ എന്ന് പറയുന്ന ചർച്ചിൽ ചെന്നപ്പോൾ കർത്താവിൻ്റെ ദാസനെ കണ്ടപ്പോൾ എവിടെ വെച്ചോ കണ്ട് പരിചയമുള്ള, നമ്മളൊരാളെ കണ്ട് അതിൽ വർഷങ്ങൾ കഴിഞ്ഞാലും നമ്മൾ ഓർക്കുമല്ലോ, അങ്ങനെ ഒരു ചെറിയ പരിചയം തോന്നി. അങ്ങനെ സംസാരിച്ചാണ് കർത്താവിൻ്റെ ദാസനെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും ഞാനും വേറെ 2 പാസ്റ്റർമാരും ഞങ്ങൾ കർത്താവിൻ്റെ ദാസൻ്റെ ഭവനത്തിൽ ചെന്ന് ഞങ്ങൾ ഒരു സായകാലം മുഴുവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. കർത്താവിൻ്റെ ദാസന് ഇന്ന് ഈ പ്രയർ ലൈനിൽ തിരുവചനം സംസാരിക്കുന്നതിന് വേണ്ടി വന്നതിൽ വളരെ സന്തോഷം. വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ലാളിത്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് കർത്താവിൻ്റെ ദാസനെ മനസ്സിലാക്കിയത്. എന്നാൽ കർത്താവ് വളരെയധികം പല രീതിയിലും അനുഗ്രഹിച്ച 2 പെൺകുട്ടികളും ഡോക്ടർമാരായി, അങ്ങനെ എല്ലാ രീതിയിലും, എന്നാൽ വളരെ താഴ്മയോടുകൂടെയുള്ള ഒരു ദൈവത്തിൻ്റെ ദാസനാണെന്ന് എനിക്ക് അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കർത്താവ് വളരെയധികം അനുഗ്രഹിച്ചിട്ട് നമ്മളെല്ലാവരും കർത്താവിൻ്റെ ദാസനും ഞാനും എല്ലാം മാർത്തമാക്കാരനായിരുന്നു. എന്നാൽ കർത്താവ് നമ്മളിങ്ങനെ വിളിച്ച് ഈ ഒരു വിശ്വാസത്തിൽ ഈ ഒരു കൂട്ടായ്മയിലൊക്കെ ആയിരിക്കുന്നല്ലോ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ്റെ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ തുടർന്നും വർദ്ധിച്ചു വരുന്നതിന്, അനേകർക്ക് ഒരു അത്താണിയായിത്തീരുന്നതിന്, അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നതിന് തുടർന്നും കർത്താവ് സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത 30 മിനിറ്റ് കർത്താവിൻ്റെ ദാസനുണ്ട്. കർത്താവിൻ്റെ ദാസൻ തിരുവചനം സംസാരിക്കുന്ന സമയത്ത് ദയവായിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥനയോടുകൂടെ ഇരിക്കണമേ എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസന്
ക്യാമറ ഓൺ ചെയ്ത് ദയവായി തിരുവനന്തപുരത്ത് നിന്ന് സംസാരിക്കുക. താങ്ക് യു. പാസ്റ്റർ സാം മാത്യു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു പാസ്റ്റർ അനീഷ്. ഹല്ലേലൂയ. വീണ്ടും ഈ മീഡിയയിൽ കൂടി കാണുവാൻ തക്കവണ്ണം ദൈവം ഒരവസരം ഒരുക്കിയതിനായിട്ട് സ്തോത്രം. കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. കേൾക്കാം. ഓക്കെ. ആദ്യമായിട്ട് ഈ പ്രെയർ ലൈനിൽ അല്ലെങ്കിൽ സൂം മീറ്റിങ്ങിൽ കടന്നു വരുവാൻ തക്കവണ്ണം എന്നെ ക്ഷണിച്ച പാസ്റ്റർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്ററുടെ എല്ലാ പ്രവർത്തനവും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കുമാറാകട്ടെ. ഇന്ന് ഇവിടെ പാട്ട് പാടുകയും പ്രാർത്ഥിക്കുകയും ലീഡ് ചെയ്യുകയും ചെയ്ത എല്ലാ ദൈവദാസിദാസന്മാർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം ഇത്രത്തോളം നമ്മെ സഹായിച്ചു. പ്രത്യേകിച്ച് ഈ കോവിഡൊക്കെയും തുടങ്ങിയ സമയം മുതൽ അനേക സ്ഥലങ്ങളിലിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതുപോലുള്ള സൂം മീറ്റിംഗ് ഒക്കെ അനേകം നടക്കുന്നുണ്ട്. അത് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുകയാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഒന്നിച്ച് വന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് കൂടി വന്ന് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കി തന്നിരിക്കുന്ന ഈ നല്ല വേദിക്കായിട്ട് സ്തോത്രം. ദേവദാസനെ കാണുവാൻ തക്കവണ്ണം ചില വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സാധിച്ചു. വന്ന് അല്പസമയം പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം അവസരം കിട്ടി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. വളരെ നല്ല സന്തോഷമായിരുന്നു ആ പ്രാർത്ഥന എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയട്ടെ. അതുപോലെ എൻ്റെ മകൻ എന്നോട് കൂടെയുണ്ട്. അവനും വളരെ സന്തോഷമായി പ്രാർത്ഥനയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ. താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് പ്രേയിങ് ഫോർ അസ്. അതിന് ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. നത്തിങ് ഈസ് ആക്സിഡൻ്റൽ. നമ്മൾ ഓർക്കും ഇതൊക്കെ യാദൃച്ഛികമായിട്ട് സംഭവിക്കുന്നതാണ്. നാം ദൈവം തക്ക സമയത്ത് തക്ക വ്യക്തികളെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അയക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദേവദാസൻ പറഞ്ഞതുപോലെ എൻ്റെ സാക്ഷ്യവും അത് തന്നെയാണ്. ഞാൻ ഒരു മർത്തോമ സാഹചര്യത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് എൻ്റെ ഡിഗ്രി ഒക്കെയും കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുമ്പോഴും 1984 ഡിട്രോയിറ്റ് വന്നു. അപ്പോഴും ഞാൻ മർത്തോമയിൽ തന്നെ ആയിരുന്നു. ഹല്ലേലൂയ. ഞാൻ കൂടെ പറയാറുള്ളൊരു കാര്യമാണ്, ഈ രാജ്യത്ത് വന്ന് പഠിക്കുകയും അല്ല ജോലി ചെയ്യുകയും ഒക്കെ ചെയ്ത് അല്ല എനിക്ക് കൂടുതൽ സന്തോഷം. എൻ്റെ ദൈവത്തെ വാസ്തവമായിട്ട് അറിയുവാൻ തക്കവണ്ണം ദൈവം ഒരവസരം തന്നു. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ഒരു പൈതലായി ആ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിൽ ആയിരിക്കാൻ തക്കവണ്ണം ദൈവം വിളിച്ചു വേർതിരിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ദൈവം ഒരു കരുണ കാണിച്ചു. ഹല്ലേലൂയ. അതാണ് ഏറ്റവും വലിയ ധനമായിട്ട് ഞാൻ കരുതുന്നത്. ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. ദേവദാസൻ പറഞ്ഞതുപോലെ 2 പെൺമക്കളും ഒരു ഇളയൊരു മകനും ഉണ്ട്. ഹല്ലേലൂയ. എൻ്റെ വൈഫും എന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തിൻ്റെ വേലയിലായിരിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടേക്ക് മൂവ് ചെയ്യുവാൻ തക്കവണ്ണം 2020 ഞങ്ങൾ ഫ്ലോറിഡയിലേക്ക് മൂവ് ചെയ്തു. അതുകൊണ്ടാണ് ഡിട്രോയിറ്റ് വിട്ട് ഞങ്ങൾ പോകുന്നത്. അവിടെ ഡിട്രോയിറ്റുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ 1988 തുടങ്ങിയ സഭയാണ് അവിടെ. അന്ന് ഞങ്ങൾ 4 ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ഒരു നല്ലൊരു സഭയായിട്ട് ദൈവം അതിനെ വളർത്തി. അത് വിട്ടുപോരുവാനൊക്കെ പ്രയാസമായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ നടത്തിപ്പുണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ദൈവം നമ്മെ അയക്കുമ്പോൾ നാം പോകുവാൻ തക്കവണ്ണം തയ്യാറായിക്കൊള്ളണം. അതൊരു ദൈവവേലയിൽ ഉള്ളവർക്ക് ഒരു പെർമനൻ്റ് ആയിട്ട് ഒരു പോസ്റ്റ് ഇല്ല എന്നുള്ളൊരു കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവം ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു. ഇവിടെയും വന്ന് സെറ്റിൽ ചെയ്യുവാൻ തക്കവണ്ണം ഇത്രത്തോളം സഹായിച്ചു. നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ പ്രത്യേകം ചോദിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് ദിവസം നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാമല്ലോ. കർത്താവേ, ഈ നല്ല അവസരത്തിനായിട്ട് അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ തന്ന അവസരങ്ങൾ കർത്താവേ അങ്ങയ്ക്ക് വേണ്ടി ചെലവിടുവാൻ തക്കൊണ്ട് സഹായിക്കണമേ. നല്ല വചനം അടിയങ്ങൾക്ക് തരണമേ. നല്ല സാക്ഷ്യം തരണമേ കർത്താവേ. അവിടുത്തെ നാമം ഞങ്ങളുടെ വാക്കിൽ കൂടി ഒക്കെയും കർത്താവേ എല്ലാം സംസാരിക്കുന്ന വിഷയങ്ങളെല്ലാം കർത്താവെ അങ്ങ് സുഗ്രാഹ്യമായി കേട്ട് അത് അങ്ങ് ചെവിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൂടി വന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വചനത്താൽ പോഷിപ്പിക്കണമേ കർത്താവെ. അവിടുത്തെ നാം മഹത്വം എടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറഞ്ഞതുപോലെ 1986 ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഡിട്രോയിറ്റിൽ അവിടെ വിശ്വാസത്തിൽ കടന്നു വരുവാൻ തക്കൊണ്ട് സഹായിച്ചു. അന്ന് ഒരു പെന്തിക്കോസ്ത് സഭ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കൂടി കൂടുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. എന്നാൽ ഞാൻ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പണ്ട് തൊട്ടേ ചെറുപ്പത്തിലെ എൻ്റെ കുടുംബത്തിൽ പെന്തിക്കോസ്ത് ആരാധന എന്ന് പറഞ്ഞാൽ എൻ്റെ വലിയ കുടുംബത്തിൽ ഒരു ഫാമിലി അങ്ങനെ പോയത് കൊണ്ട് ഞാൻ അവിടെയാണ് നിലത്തെഴുത്തൊക്കെ പഠിച്ചത്. അതുകൊണ്ട് പെന്തിക്കോസ്തുകാരുടെ ആരാധന ഞാൻ കണ്ടിട്ടുണ്ട്, ആത്മാവിലുള്ള ആരാധന. അതുകൊണ്ട് അതിലെനിക്ക് വലിയ ഒരു അട്രാക്ഷനും വിശ്വാസവും ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ
കർത്താവിനെ സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ടും ഒരു 6 വർഷം കഴിഞ്ഞാണ് ഞാൻ ആത്മാവ് നിറയുന്നത്. 1992 ഹല്ലേലൂയ. ദൈവമക്കളെ, പലപ്പോഴും കാത്തിരിക്കുന്ന ആത്മനിറവിന് വേണ്ടി കാത്തിരിക്കുന്ന കാര്യം വളരെ പ്രയാസമുള്ളൊരു കാര്യം. കാരണം അനേകര് ആത്മാവ് നിറയുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് തോന്നുന്ന ഒരു അവസ്ഥ വരും. ഹല്ലേലൂയ. ഞാൻ ഓർക്കുകയായിരുന്നു ആ സമയങ്ങളിൽ യൗവനക്കാരായിട്ട് അന്ന് കുറച്ച് യൗവനക്കാർ ഞങ്ങളുടെ സഭയിലുണ്ട്, അല്ലെങ്കിൽ ഡിട്രോയിറ്റിൽ ഉണ്ടായിരുന്നു, വിശ്വാസികളുടെ മക്കൾ. ഹല്ലേലൂയ. പല കുഞ്ഞുങ്ങളും 10ഉം 15ഉം 18ഉം 16ഉം വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങൾ ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ വെച്ച് ആത്മാവ് നിറയുന്നത് കണ്ടിട്ടുണ്ട്. എന്നിട്ട് സങ്കടം തോന്നിയിട്ടുണ്ട്, കർത്താവ് എന്തുകൊണ്ട് എനിക്ക് ആത്മാവ് നിറയുവാൻ തക്കൊണ്ട് കഴിയുന്നില്ല. ഹല്ലേലൂയ. എങ്കിലും ആ വിശ്വാസം കുറഞ്ഞു പോയില്ല. ഒരു ദിവസം കർത്താവ് എന്നെ നിറയ്ക്കുമെന്നുള്ള ഒരു പ്രത്യാശ ഇതിൽ വളരെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അന്ന് ഞാനൊരു കാര്യം പറയട്ടെ, ഇന്ന് കുറഞ്ഞു പോയിരിക്കുന്ന ഒരു കാര്യമാണ്, സഭകൾക്ക് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ സഭയിൽ കുറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് കാത്തിരിപ്പ് യോഗം എന്ന് പറയുന്ന കാര്യം. അന്ന് ഒരു വ്യക്തി സ്നാനപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ വീക്കെൻഡ് മൊത്തം കാത്തിരിപ്പ് യോഗം, അല്ലെങ്കിൽ ആ ദിവസങ്ങളിലെല്ലാം നല്ല കാത്തിരിപ്പ് യോഗങ്ങൾ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഈ കാത്തിരിപ്പ് യോഗം, അല്ലെങ്കിൽ വെയിറ്റിംഗ് ഫോർ ദ ഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി സഭകളൊക്കെ ഒന്നുകൂടെ ഉണർത്തിയെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മുടെ യൗവനക്കാർ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ തക്കോണം ദൈവം അതിന് സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ്. അങ്ങനെ ഒരു ചെറിയ കൂട്ടായ്മയിൽ ഒരു സാറ്റർഡേ മീറ്റിങ്ങിൽ ഹല്ലേലൂയ ഞങ്ങൾ കൂടിയിരുന്ന് ഒരു ബേസ്മെന്റിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറയട്ടെ, ലിറ്ററലി ഒരു തീ ഇറങ്ങുന്നത് പോലെ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി. ഹല്ലേലൂയ. ആ വീട് മുഴുവൻ നിറച്ചെന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അന്ന് ഫസ്റ്റ് ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് അവർ ഇംഗ്ലീഷിൽ ആരാധിക്കുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയമാണ്. പക്ഷേ ഈ ശബ്ദം കേട്ടുകൊണ്ട് അവരെല്ലാവരും ഓടിയിറങ്ങി വന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, അന്നത്തെ ആരാധന, അല്ലെങ്കിൽ ആ ദിവസങ്ങളിലെ ആരാധനകൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ചേഞ്ച് ആകും തക്കൊണ്ട് അത് ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമ്മുടെ ആഗ്രഹം അറിയുന്ന ദൈവമാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. ആര് ഹൃദയം കൊണ്ട് ആഗ്രഹിക്കുന്നുവോ അവരെ നിറയ്ക്കുവാൻ തക്കവണ്ണം ശക്തനാണ് ദൈവം. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞ് പ്രത്യേകമായിട്ട് ദൈവത്തിന്റെ വേലയിൽ സഹായിക്കണമെന്നുള്ളൊരു വലിയ ആഗ്രഹം എനിക്കുണ്ടായി. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്ന ഒരു വെള്ളക്കാരൻ പാസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിയുടെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഔട്ട്റീച്ചും അതുപോലെ ക്യാമ്പസ് മിനിസ്ട്രി ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ക്യാമ്പസ് മിനിസ്ട്രി ചേർന്ന് അവിടെ വെയിൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ അവിടെ ഒന്നിച്ച് പ്രവർത്തനം തുടങ്ങി. ഹല്ലേലൂയ. അനേക വർഷങ്ങൾ അവിടെ അങ്ങനെ പ്രവർത്തിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞു. അനേക സ്റ്റുഡൻസ് അതുമൂലം ദൈവഭാഗത്തേക്ക് കടന്നു വരുവാൻ പല ഭാഷക്കാർ, അല്ലെങ്കിൽ അതുപോലെ ഹിന്ദുക്കളായിട്ട് മുസ്ലിങ്ങളായിട്ടുള്ള ചൈനീസ് ഒക്കെ ഉള്ള കുട്ടികൾ ദൈവഭാഗത്തേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഓരോ വേലയിൽ നമ്മെ ആക്കി വെക്കുന്നത് ദൈവത്തിന്റെ കരുണയാണ്. ഹല്ലേലൂയ. അതിനുശേഷം മിഷിഗനിൽ തന്നെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ സ്കൂൾ ഓഫ് മിനിസ്ട്രിയിൽ ചേർന്ന് പഠിക്കുവാനും ഓർഡിനേഷനൊക്കെയും ലഭിക്കാനൊക്കെയും ഇടയാക്കി. അങ്ങനെ സഭയുടെ സഹായിയായിട്ട്, അല്ലെങ്കിൽ വാസ്റ്റോട് കൂടി ചേർന്ന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം അനേക സാഹചര്യങ്ങൾ ദൈവം ഒരുക്കി. ഇപ്പോൾ ടാമ്പയിലേക്ക് കടന്നു വന്ന് ബെഥേൽ ഓഫ് ബ്രാൻഡൻ എന്ന് പറയുന്ന സഭയിൽ പാസ്റ്റർ മാത്യു ജോസഫ് അതിനോട് ചേർന്ന് ഒന്നിച്ച് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഒരു ചെറിയ സഭയാണ്, എന്നാൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മകളൊക്കെയും ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവവേലയിൽ തരുന്ന സമയങ്ങളൊക്കെയും ആയിരിക്കാനാണ് ആഗ്രഹം. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥന അതിനുവേണ്ടി ചോദിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരേ ഒരു വിഷയം, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ അവർ മുന്നോട്ട് വന്ന് ദൈവത്തിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവനെ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുത്തതാണ്. നാം കൊടുത്തുകൊണ്ട് മാത്രമായില്ലല്ലോ, അവർ തന്നെ സ്വയം ഏറ്റെടുത്ത് ദൈവത്തിന്റെ വേല എന്തെന്ന് വിളി കേട്ട് അവർ മുന്നോട്ട് ഇറങ്ങുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കണം. ഹല്ലേലൂയ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. തീർച്ചയായിട്ടും നമ്മുടെ തലമുറകൾ നശിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. ദൈവം നമ്മെ ഇവിടെ കൂട്ടി വരുത്തിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവം നമ്മെ നടത്തുവാനും സമ്പന്നനാണ്. ആ ഒരു വിശ്വാസത്തിന്റെ ഉറപ്പാണ് ദൈവം തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ചോദിച്ചതിലും നനച്ചതിലും പരമായി ദൈവം ഞങ്ങളെ നടത്തുകയും ഞങ്ങളെ സഹായിക്കുകയും ചെയ്തു.
ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ വിവാഹം ചെയ്ത് 86-ലായിരുന്നു. സൂസനും, ഭാര്യയുടെ പേര് സൂസൻ എന്നാണ്. അവളും മർത്തോമ സഭയിൽ തന്നെയായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ കടന്നു വന്ന് സ്നാനപ്പെടുവാനും അതിനോട് ചേർന്ന് പ്രവർത്തിപ്പാനും ഒക്കെയും ദൈവം കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് ഞങ്ങൾക്ക് ഉള്ള അനുഗ്രഹം. ഹല്ലേലൂയ. ഇത്രത്തോളം ദൈവം സഹായിച്ചു. കുഞ്ഞുങ്ങളും 3 കൊച്ചുമക്കളുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ അവരും സന്തോഷമായിരിക്കുന്നു. ദൈവത്തിൻ്റെ തരുന്ന ദിവസങ്ങളോളം ദൈവവേലയിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. സമയം മുന്നോട്ട് പോയതുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഒരു 1-2 വേദഭാഗം വായിക്കാം. അതിനുശേഷം നമുക്ക് ചുരുക്കമായിട്ട് അതൊന്ന് ചിന്തിക്കാമല്ലോ. ഹല്ലേലൂയ. നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗം, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം, അതിൻ്റെ 17-ഉം 18-ഉം വാക്യം, അതുപോലെ 21 വാക്യം. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. Acts chapter 2 verse 17, 18 and 21. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. ഹല്ലേലൂയ. എന്നാൽ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവരും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. വേഴ്സ് 21. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ ഏവനും രക്ഷിക്കപ്പെടും എന്ന് ദൈവം അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടായിട്ട് ഹല്ലേലൂയ അപ്പോസ്തലനായ പത്രോസ് ഹല്ലേലൂയ അന്ന് പെന്തിക്കോസ് നാളിൽ വിളിച്ചു പറഞ്ഞ ഒരു പ്രസംഗത്തിന്റെ തുടക്കമാണ്. ഹല്ലേലൂയ. യോവേൽ പ്രവചനം 2-ാം അധ്യായം 28 മുതൽ 32 വാക്യമാണ് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. അന്ത്യകാലത്ത് എന്നുള്ളൊരു പ്രയോഗമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന. യോവേൽ പ്രവചനത്തിൽ പല അനുഗ്രഹത്തെ പറ്റി 2-ാം അധ്യായത്തിൽ, അല്ലെങ്കിൽ ദൈവം റിസ്റ്റോർ ചെയ്യുന്ന, ജനത്തെ റിസ്റ്റോർ ചെയ്യുന്ന കാര്യത്തെ പറ്റി അവിടെ പ്രവചനത്തിൽ കൂടി രേഖപ്പെടുത്തിയിട്ട് ഹല്ലേലൂയ അതിനുശേഷം ഹല്ലേലൂയ ആ അനുഗ്രഹത്തിന് ശേഷം ഹല്ലേലൂയ വലിയൊരു മാരിയുടെ പെയ്യുന്ന അനുഭവത്തെ പറ്റിയും അവിടെ യോവേൽ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഹല്ലേലൂയ ശിഷ്യന്മാര് കൂടി അവര് കർത്താവിൻ്റെ കൽപ്പന പ്രകാരം അവിടെ കാത്തിരിക്കുന്ന സമയത്ത് അന്ന് ഹല്ലേലൂയ പെന്തിക്കോസ് നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ കവിഞ്ഞൊഴുക്ക് അവരുടെ മേൽ വരികയും ഹല്ലേലൂയ ആ സമയത്ത് വലിയ ജനക്കൂട്ടം അവിടെ ഉണ്ടാകുകയും ചെയ്തല്ലോ. നമുക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ പത്രോസ് കർത്താവിന്റെ ശിഷ്യന്മാരോട് കൂടെ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ച പ്രസംഗത്തിന്റെ തുടക്കമാണിത്. ഹല്ലേലൂയ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തി ഹല്ലേലൂയ തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത, അല്ലെങ്കിൽ ദൈവജനത്തിന് കൊടുത്ത വാഗ്ദത്തിന് നിവൃത്തി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതിനുശേഷം എന്നുള്ള ആ ഒരു പ്രയോഗം ഇവിടെ പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ, അല്ലെങ്കിൽ ഇവിടെ വിളിച്ചു പറയുന്നത് അന്ത്യകാലം. ഹല്ലേലൂയ. അതിന് ദി എൻഡ് ടൈം, അല്ലെങ്കിൽ ലാസ്റ്റ് ഡേയ്സ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രഖ്യാപനത്തിന്റെ അല്ലെങ്കിൽ വരവിന്റെ ശേഷം ഹല്ലേലൂയ നാം ആയിരിക്കുന്നത് ലാസ്റ്റ് ഡേയ്സ് എന്ന് പറയുന്ന ആ ഒരു പീരീഡിലാണ് നാമും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. കഴിഞ്ഞ 2000 വർഷത്തെ ചില്ലുവാനും വർഷക്കാലം അങ്ങനെ ഹല്ലേലൂയ ആ ഒരു ഏജിൽ നമ്മൾ ആയിരിക്കുന്നല്ലോ. ഹല്ലേലൂയ. അതിന് ഏജ് ഓഫ് ഗ്രേസ് ഓർ ഏജ് ഓഫ് ഹല്ലേലൂയ ഹോളി സ്പിരിറ്റ് എന്നൊക്കെയും നമുക്ക് നാമകരണം ചെയ്ത് പലരും പ്രസംഗിക്കുന്നത് കേൾക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമല്ലോ. ഹല്ലേലൂയ. എന്നാൽ ദീസ് ആർ ദ ലാസ്റ്റ് ഡേയ്സ്. ഹല്ലേലൂയ. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് ആ പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ പകർച്ച എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പറ്റി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ ആ ഒരു കവിഞ്ഞൊഴുക്കിനെ പറ്റി ഹല്ലേലൂയ
അതുപോലെ സാൽവേഷൻ മെസ്സേജ് അതിൽ കൂടിയുള്ള കാര്യമാണെന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടുമെന്ന് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ആ രക്ഷയുടെ വചനവുമായിട്ട് നമുക്ക് പോകുവാനുള്ള നിയോഗവും ആ പോകുവാനുള്ള ശക്തിയും ദൈവം നമുക്ക് അതിൽ കൂടി നൽകി തരുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എപ്രകാരം ഇത് ഏറ്റെടുക്കുന്നു എന്ന് നാം തന്നെ ഒന്ന് വിശകലനം ചെയ്യേണ്ടതായ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. ആ പെന്തിക്കോസ്തിന്റെ അനുഭവം ഹല്ലേലൂയ നമ്മിലേക്ക് വ്യാപരിച്ചത് കൊണ്ടാണ് ഹല്ലേലൂയ ദൈവമക്കളെ നമുക്ക് ദൈവത്തോട് കൂടുതലായിട്ട് അടുക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവം സാധിപ്പിച്ചത്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അത് പരിശുദ്ധാത്മാവിന്റെ ആ നിറവിന് വേണ്ടി കർത്താവ് ഈ ശിഷ്യന്മാരോട് പറഞ്ഞത് ഹല്ലേലൂയ, നിങ്ങൾ യെരൂശലേം വിട്ടുപോകാതെ വാങ്ങിപ്പോകാതെ കർത്താവ് അവരോട് അറിയിച്ച വാഗ്ദത്തത്തിനായി കാത്തിരിക്കണമെന്നുള്ള ഒരു കാര്യം അവരോട് കൽപ്പിക്കുകയും അവരത് ഏറ്റെടുക്കുകയും ചെയ്തു. ദൈവമക്കളെ, ഹല്ലേലൂയ. അങ്ങനെ ഒരു ഹോളി സ്പിരിറ്റിന്റെ ഔട്ട് പോറിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത ഒരു കൂട്ടം ശിഷ്യന്മാർ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, അവരാണ് അത് പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ഹല്ലേലൂയ, ആമേൻ. ഞാൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ ഒരു സീരീസ് ഓഫ് ബ്ലെസ്സിങ് യോവേൽ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അനുഗ്രഹത്തിന്റെ, കാരണം 1-ാം അധ്യായത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ യെരൂശലേം മക്കൾ അല്ലെങ്കിൽ കർത്താവിന്റെ ജനമെന്ന് പറയുന്നവർ ഹല്ലേലൂയ കർത്താവിനെ അല്ലെങ്കിൽ കർത്താവിന്റെ വചനത്തെ വിട്ട് പിന്മാറി ഹല്ലേലൂയ ലോകത്തിൻ പ്രകാരം അല്ലെങ്കിൽ ഹല്ലേലൂയ ആയിപ്പോയപ്പോൾ ഹല്ലേലൂയ ശാപത്തിൻ്റെതായ കാര്യങ്ങൾ അവിടെ വരികയും വെട്ടിക്കളുകയും നാശത്തിന്റെയും അനുഭവത്തിൽ കൂടി അവർ കടന്നു പോവുകയും ചെയ്തു. ഹല്ലേലൂയ. അവരെ പല രാജ്യങ്ങളിലേക്ക് അവർ പോകേണ്ടി വന്നു. ഹല്ലേലൂയ, ആമേൻ. എങ്കിലും അതിന്റെ മധ്യത്തിലും ദൈവം അവരെ മറന്നു കളഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യം മറന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവം എല്ലാ കാലത്തും നമ്മെ റെസ്റ്റോർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ റെസ്റ്റോറേഷനെ പറ്റി അവിടെ വളരെ വിവരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ഹല്ലേലൂയ ആ പരിശുദ്ധാത്മാവ് പത്രോസിനെ വേറൊരു രീതിയിൽ ഹല്ലേലൂയ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേൽ എൻ്റെ ആത്മാവിനെ പകരും. ആ പറഞ്ഞ വാഗ്ദത്തം ഇത് അന്ത്യകാലത്തേക്കുള്ള കാര്യമായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനിയും കർത്താവ് രണ്ടാമത് വരുന്നവരെയും ഹല്ലേലൂയ കർത്താവ് തന്റെ കാന്തിയെ ചേർത്ത് കൊള്ളുവാൻ വരുന്നവരെയും ഈ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നമ്മിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കും. ദൈവമക്കളെ, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ തലമുറ എപ്രകാരം അത് ഏറ്റെടുക്കുന്നുവെന്ന് കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഒന്ന് സഹായിക്കട്ടെ. അതിനുവേണ്ടി ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണമുള്ള കൃപ ദൈവം നമുക്ക് തരുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ സഭകളിൽ കുറഞ്ഞു പോയതായ ഹല്ലേലൂയ ഈ പഠിപ്പീരുകൾ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ഒരു എംഫസിസ് ഹല്ലേലൂയ നമുക്ക് ഇന്ന് ആരാധനയുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് ഹല്ലേലൂയ അതിൽ വളരെ വാദ്യ ഘോഷത്തോടു കൂടി ആരാധിപ്പാൻ തക്കവണ്ണം കഴിയുന്നു. ഹല്ലേലൂയ. എന്നാൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് പരിശുദ്ധാത്മാവിലുള്ള നിറവിനെ പറ്റിയും അതുപോലെ അതിനുവേണ്ടി കാത്തിരിപ്പാൻ തക്കവണ്ണം അതിനുവേണ്ടി ജാഗരിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ ഇന്ന് കുറഞ്ഞു പോയിരിക്കുന്നു. കാരണം അതിനുള്ള സമയക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഹല്ലേലൂയ അതിനുവേണ്ടി കാത്തിരിപ്പാൻ തക്കവണ്ണം യൗവന തലമുറയ്ക്ക് ക്ഷമയില്ലാത്തത് കൊണ്ടോ എന്തുകൊണ്ടോ ആയിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ 4 പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ അതിന് ഒരു ദൈവം ഒരു അവസരങ്ങളെ ഒരുക്കി കൊടുത്ത് സഭയിൽ അതിനുള്ള അവസരങ്ങളെ ഒരുക്കി കൊടുത്ത് ദൈവം അതിന് സഹായിക്കട്ടെ. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ഹല്ലേലൂയ നിറയ്ക്കുവാൻ തക്കവണ്ണം എന്നും സദാകാലവും നമ്മെ നിറയ്ക്കുവാൻ തക്കവണ്ണം നമ്മെ കുഞ്ഞുങ്ങളെ നിറയ്ക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ എപ്പോഴും ഒരുക്കമാണ്. എന്നാൽ അതിനുവേണ്ടി നാം ഒരുങ്ങി കാത്തിരിക്കുന്നുവോ എന്നുള്ളൊരു കാര്യം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഇടയാകട്ടെ. അതുപോലെ കാത്തിരിപ്പ് യോഗങ്ങൾ ഹല്ലേലൂയ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ ടാരി മീറ്റിങ്ങുകൾ അതുപോലെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ യവനക്കാര് ഹല്ലേലൂയ ആരാധനയിൽ ഹല്ലേലൂയ ആരാധിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ പരിശുദ്ധാത്മാവുള്ള ആരാധനയിൽ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമല്ലോ. ഹല്ലേലൂയ. അത് കർത്താവിന്റെ വാഗ്ദത്തമായിരുന്നല്ലോ. യോഹന്നാൻ സുവിശേഷം 7:32 നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജല നദികൾ ഒഴുകുമെന്ന് വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് വാഗ്ദത്തം ചെയ്തതാണ്
ജോൺ 16:13 സത്യത്തിന്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. ഹല്ലേലൂയ. ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ്, അസത്യമാണ് ഇന്ന് പൊളിറ്റിക്കൽ ലെവലിലും എല്ലാ തലങ്ങളിലും വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത്, അസത്യത്തിന്റെ ആത്മാവ്. എന്നാൽ സത്യത്തിന്റെ ആത്മാവ് നമ്മൾ വ്യാപരിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രവർത്തിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങളിൽ പ്രവർത്തിക്കണം. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ സത്യം ഹല്ലേലൂയ നമ്മിലേക്ക് വ്യാപരിക്കണമെന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അത് സൊസൈറ്റിയിലേക്ക് വ്യാപരിക്കണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കവിഞ്ഞൊഴുക്ക് നമ്മൾ തുടർന്നുകൊണ്ടേ ഇരിക്കണം എന്നുള്ളൊരു കാര്യമാണ്. ഹല്ലേലൂയ. കാരണം കർത്താവ് തൻ്റെ പർവ്വത പ്രസംഗത്തിലൊക്കെയും പറഞ്ഞൊരു കാര്യമാണല്ലോ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനം, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഹല്ലേലൂയ. ലോകത്തിന്റെ വെളിച്ചമാണെന്ന്. ഹല്ലേലൂയ. അതുപോലെ ലോകത്തിന്റെ യു ആർ ദ സോൾട്ട് ഓഫ് ദി എർത്ത്. ഹല്ലേലൂയ. ആ ഒരു അനുഭവത്തിലേക്ക് നാം ഈ ലോകത്തിന്റെ ഹല്ലേലൂയ ഒരു സോൾട്ടായിട്ട് മാറും എന്ന് പറഞ്ഞാൽ അതിനെ ഹല്ലേലൂയ ടേസ്റ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ രൂപാന്തരപ്പെടുത്തുന്ന ആ ഒരു പ്രക്രിയയാണ് അവിടെ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. ഹല്ലേലൂയ. പ്രകാശത്തെ പറ്റി ഓർക്കുമ്പോൾ ഇരുട്ടിനെ ഓടിക്കുകയും അതുപോലെ ജീവനെ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ പ്രകാശം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ കർത്താവിന്റെ ആ ജീവൻ നമ്മിൽ കൂടി വ്യാപരിപ്പാൻ തക്കവണ്ണം ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി കാത്തിരിപ്പാൻ, അതിനുവേണ്ടി ജാഗരിപ്പാനുള്ള കൃപ ദൈവം നമുക്ക് തരുമാറാകട്ടെ. ഹല്ലേലൂയ. ആത്മാവിൽ നിറവ് പ്രാപിച്ചവർ ആത്മാവിൽ പ്രാർത്ഥിപ്പാനും ആത്മാവിൽ ശുശ്രൂഷിപ്പാനും ഒക്കെയും ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്ത്യകാലത്തിന്റെ അവസാനത്തെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവും ന്യായവിധി ഒക്കെയും ഉണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് ഹല്ലേലൂയ ദൈവം കരുണയും കൃപയും ദീർഘമാക്കും. ഹല്ലേലൂയ. നാം കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ദൈവത്തിലുള്ള വിശ്വസിക്കുന്നവരെ ഹല്ലേലൂയ ഈ നാളുകളിൽ വളരെ ശക്തമായി എതിർക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ഞാൻ പറയട്ടെ, ഞാൻ ക്യാമ്പസിലൊക്കെയും പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ, ആമേൻ, ക്യാമ്പസ് മിനിസ്ട്രി ഇസ് എ ടഫ് മിനിസ്ട്രി. ഹല്ലേലൂയ. കാരണം ഈ ഓരോ ക്യാമ്പസുകളിലും സെക്യുലർ ഹല്ലേലൂയ ചിന്താഗതികളാണ് അവിടെ കൂടുതലും ഉരുത്തിരിഞ്ഞു വരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വേല വളരെ ചെയ്യുവാൻ തക്കവണ്ണം വളരെ പ്രയാസമുള്ള, കാരണം കുഞ്ഞുങ്ങൾ അത് ഏറ്റെടുക്കുവാൻ തക്കവണ്ണം വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് ഹല്ലേലൂയ ക്യാമ്പസ് മിനിസ്ട്രി എന്ന് പറഞ്ഞാൽ. എന്നാൽ അവിടെയും ദൈവം പ്രവർത്തിക്കുകയും അനേകരെ എഴുന്നേൽപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് ഉള്ളിൽ ഹല്ലേലൂയ പലവിധമായ റിപ്പോർട്ടുകൾ ക്യാമ്പസുകളിൽ ലഭിക്കുന്നത്. ഹല്ലേലൂയ. ദൈവമക്കളെ, സാധാരണഗതിയിൽ ക്യാമ്പസ് മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ 20, 30, 40 കിഡ്സ് അതിൽ കൂടുതലൊക്കെ വളരെ വിരളമാണ് മീറ്റിങ്ങിലൊക്കെ കടന്നു വരുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് 10, 30, 40,000 സ്റ്റുഡൻസ് ഉള്ള ക്യാമ്പസിനെ പറ്റിയാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന അനേക സ്റ്റുഡൻസ് ഈ ക്യാമ്പസ് മിനിസ്ട്രിയിലേക്ക് ഓടിക്കൂടിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. 20, 30 ഉണ്ടായിരുന്ന ക്യാമ്പസുകൾ ഇന്ന് 400, 500 മെമ്പർ ക്യാമ്പസുകളായി മാറുന്നു. കാരണം കുഞ്ഞുങ്ങൾക്ക് സമാധാനമില്ല. ഹല്ലേലൂയ. അവർക്ക് സത്യം അന്വേഷിച്ചുകൊണ്ട് ഹല്ലേലൂയ ആമേൻ അവര് ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ട് വരുന്ന അവസരങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ഹല്ലേലൂയ. അതിന് ലീഡർഷിപ്പ് കൊടുക്കുവാൻ തക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവകരങ്ങളിലേക്ക് പൊട്ടിക്കാം. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ പൈതങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. അവരായിരിക്കട്ടെ ഈ ക്യാമ്പസുകളിൽ കടന്നുപോയി അല്ലെങ്കിൽ ഈ യൗവനക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ദൈവത്തിന്റെ വേലയിൽ അവർ വർദ്ധിച്ചു വരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഓരോരുത്തർക്കും ഇത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിന്റെ വാഗ്ദത്തമാണല്ലോ, അന്ത്യകാലത്ത് സകല ജഡത്തിന് മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന്. ഹല്ലേലൂയ. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവരും രക്ഷിക്കപ്പെടുമെന്ന് ദൈവം അരുളി ചെയ്ത ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ദാറ്റ് ഈസ് ദ പ്രൊക്ലമേഷൻ. ഹല്ലേലൂയ. അതൊരു അരുളപ്പാടാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ 2-ാം അധ്യായം 18-ാം വാക്യം ഒന്നുകൂടെ വായിക്കട്ടെ. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ ആ നാളുകൾ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഹല്ലേലൂയ. പ്രവചനത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ നമ്മുടെ യൗവനക്കാരിലേക്കൊന്ന് വ്യാപരിപ്പാൻ തക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ ഞാൻ പറയുന്ന പ്രവചനം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഫോർ ടെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഭാവിയെ പറ്റി പറയുന്ന കാര്യമല്ല ദൈവമക്കളെ. ഹല്ലേലൂയ. അനേക പ്രവാചകന്മാർ നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. നമുക്കെല്ലാം ആഗ്രഹമുള്ളൊരു കാര്യമാണ് ഭാവിയെ പറ്റി, ദൈവത്തിന്റെ പ്ലാനിനെ പറ്റി ഒക്കെ അറിയുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. ആമേൻ.
ദാറ്റ് ഈസ് ആൻ ആസ്പെക്ട് ഓഫ് ഒരു പ്രവചനത്തിന്റെ ആസ്പെക്റ്റാണ്. എന്നാൽ ദൈവം പൂർണ്ണമായിട്ട് ആഗ്രഹിക്കുന്ന പ്രവചനം എന്ന് പറയുന്നത് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം ഘോഷിക്കുക, ഹല്ലേലൂയ അതിനെ വെളിപ്പെടുത്തുക, അത് മറ്റുള്ള ഇരുണ്ട സ്ഥലത്ത് പ്രകാശിപ്പാൻ തക്കവണ്ണം ഒരു പ്രകാശമായി മാറുവാൻ തക്കവണ്ണം ഘോഷിക്കുന്ന കാര്യമാണ്. ആ ദൈവത്തിന്റെ വചനം എടുത്തുകൊണ്ട് പ്രവചനമായിട്ട് പ്രസ്താവിപ്പാൻ തക്കവണ്ണം ശക്തി ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ആ ഒരു അനുഭവത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളായി കഴിയുമ്പോൾ അനേകരെ നേടുന്ന പ്രക്രിയ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ വാഗ്ദത്തം അവിടെ നിറവേറുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നല്ലോ, യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റു പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷപ്പെടും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നുവെന്ന് അതിന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ വചനവുമായിട്ട് ഇറങ്ങണമെന്നുണ്ട് എങ്കിൽ അവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി അവരിലേക്ക് വ്യാപരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രവാചകന്മാരുണ്ടാകുവാൻ, ഹല്ലേലൂയ, ആമേൻ, കൃപാവരങ്ങൾ പ്രാപിച്ചവർ നല്ലത് തന്നെ. ഹല്ലേലൂയ. ആമേൻ. രോഗശാന്തി വരം നല്ലത് തന്നെ. അത് ദൈവത്തിന്റെ വചനം ഘോഷിപ്പാൻ തക്കവണ്ണം ഇടയാകും. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വചനം ഘോഷിച്ചെങ്കിൽ മാത്രമേ ഒരു വ്യക്തി രക്ഷയുടെ അനുഭവത്തിലേക്ക് വരികയുള്ളൂ. ഹല്ലേലൂയ. അതിന്റെ വെളിപ്പാടുകൾ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവം ഓരോരുത്തരെ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കട്ടെ. ഹല്ലേലൂയ. ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് ഈ കാര്യങ്ങളെ ഓർത്ത് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമായി മാറുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് പരിശുദ്ധാത്മാവിനെ എല്ലാവർക്കും നൽകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം ദൈവം സമ്പന്നനാണ്. ലൂക്കോസിന്റെ സുവിശേഷം 11:13 പറയുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകുമെന്ന്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ ഒരു ആഗ്രഹം അവരിൽ വർദ്ധിപ്പാൻ തക്കവണ്ണം അവരെ പഠിപ്പിക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അവരെ പഠിപ്പിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ ആമേൻ, വെയിറ്റിംഗ് പേഷ്യന്റ്ലി. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 1:4 വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. അതുപോലെ ഹല്ലേലൂയ 1:14 ഹല്ലേലൂയ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഹല്ലേലൂയ, പ്രിപ്പയർ അവേഴ്സെൽഫ്, ഒരു മാനസാന്തര ഒരുമനപ്പെട്ട് പ്രാർത്ഥന അവർ കഴിച്ചു പോകുന്നു. അതുപോലെ ഹല്ലേലൂയ 1-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ അവർ ശിഷ്യന്മാരെ ഒരു ഹല്ലേലൂയ അവർ ഒന്നിച്ചു കൂടിയിരുന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം പ്രാർത്ഥനയിൽ സമയം കഴിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. മറ്റ് പ്രോഗ്രാം ഒക്കെ സഭയിൽ നല്ലതാ, എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ പ്രാർത്ഥിപ്പാൻ തക്കവണ്ണം ഒന്ന് അഭ്യസിപ്പിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവര് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനവും എടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നോട്ട് ഇറങ്ങുവാൻ പരിശുദ്ധാത്മാവിൽ ശക്തിയോടെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ആ പെന്തിക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് ദൈവം നയിക്കട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു ദിവസം May 12th ആയിരുന്നു തോന്നുന്നു. ഹല്ലേലൂയ. ദാറ്റ് വാസ് എ പെന്തിക്കോസ്റ്റ് സൺഡേ. ഹല്ലേലൂയ. ആ സൺഡേയിൽ കാലിഫോർണിയയിൽ നടന്ന കാര്യം ചിലരൊക്കെ നിങ്ങളൊക്കെ വായിച്ചു കാണുമായിരിക്കും. ഹല്ലേലൂയ. ബാപ്റ്റൈസ് കാലിഫോർണിയ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. ഹല്ലേലൂയ. 12,000 ചിലവാനം യങ്സ്റ്റേഴ്സ്, ഹല്ലേലൂയ, അവിടെ ബീച്ചിൽ പോയി അവർ സ്നാനപ്പെട്ടതായിട്ട് നമുക്ക് വായിക്കുവാൻ തക്കവണ്ണം കഴിയുന്നു. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, അതൊരു വൈൽഡ് ഫയർ പോലെ ഒന്ന് പറന്ന് പിടിക്കട്ടെ. എല്ലാ സ്റ്റേറ്റിലും 50 സ്റ്റേറ്റിലും ഇങ്ങനെ സ്നാനങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ സഭകളിൽ എത്ര നാളായി ഒരു സ്നാനം നടന്നിട്ട്? സ്നാനം ഒന്ന് നടക്കട്ടെ ദൈവമക്കളെ. ആത്മാവിന്റെ ശക്തി കൊണ്ട് മാത്രമേ അത് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ വാക്ചാതുര്യം കൊണ്ട് സാധിക്കുകയില്ല. ഒരു മനുഷ്യനെ മാറ്റുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുകയില്ല. എന്നാൽ ദൈവത്തിന്റെ കൃപ നമ്മിലേക്ക് വ്യാപരിക്കുമ്പോൾ ദൈവം അവിടെ വ്യത്യാസം വരുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനുവേണ്ടി കൊടുക്കാം. നമ്മുടെ യൗവനക്കാരെ അതിനുവേണ്ടി ദൈവസന്നിധിയിലേക്ക് വെച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചർച്ചിന്റെ ചുമതലകൾ അവർ ഏറ്റെടുക്കണം. ഹല്ലേലൂയ. ഇനിയും ഹല്ലേലൂയ 65, 70, 75 വയസ്സായ പാസ്റ്റർമാരല്ല ചുമതല വഹിക്കേണ്ടത്. ഹല്ലേലൂയ. യൗവനക്കാരായിട്ടുള്ള ഹല്ലേലൂയ നമ്മുടെ കുഞ്ഞുങ്ങൾ, ഇവിടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങൾ സഭയുടെ ചുമതലകൾ ഏറ്റെടുത്ത് ഈ പ്രവർത്തനം അങ്ങോട്ട് വ്യാപരിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കട്ടെ. അതിനുവേണ്ടി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. ഹല്ലേലൂയ. നമുക്ക് ഈ ദിവസങ്ങളിൽ അതിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ആര് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുവോ അവരുടെ മേൽ പകരുന്ന ആ ദൈവശക്തിക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതുപോലുള്ള പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ ദൈവം അനേകരെ ഒരുക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമുക്ക് ഇത് ടെക്നോളജി എല്ലാം ഉണ്ട്, സൂം ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഹല്ലേലൂയ. ഇതുപോലെയുള്ള പ്രാർത്ഥനകൾ കൂടി ദൈവം അവരെയും കൂട്ടി വരുത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യൗവനക്കാരും കടന്നു വരുവാൻ തക്കവണ്ണം അവരെയും കൂടെ വിളിച്ചുകൊണ്ട് വരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ. ഇതുപോലുള്ള മെസ്സേജുകൾ അവരും നൽകട്ടെ. ഹല്ലേലൂയ. അങ്ങനെ
ദൈവസഭ വളരുവാനും ദൈവം അനേകര് ദൈവത്തെ അറിയുവാനും ഇടയാകട്ടെ. ഹല്ലേലൂയ. അതാണ് എൻ്റെ പ്രാർത്ഥന. ഹല്ലേലൂയ. ദൈവം അതിന് ധാരാളമായിട്ട് നമ്മെ സഹായിക്കട്ടെ. ഈ സൂം ലൈനിനെ സഹായിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദേവദാസനും എല്ലാവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ എല്ലാ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഫെലോഷിപ്പിനായി സ്തോത്രം. ദൈവം ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ലൈനിനെ ദൈവം ധാരാളമായിട്ട് വളർത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് എൻ്റെ വചനത്തെ ഇവിടെ ചുരുക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, എത്ര മനോഹരമായിട്ടുള്ള ഒരു സന്ദേശമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. കർത്താവിൻ്റെ വചനത്തിൽ നിന്നും ഇന്നത്തെ കാലഘട്ടത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള, കർത്താവ് പറഞ്ഞു, അന്ത്യസമയത്ത് എൻ്റെ ആത്മാവിനെ ഞാൻ സകല ജഡത്തിന്മേലും പകരും. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, കാലിഫോർണിയയിൽ 12,000 യങ്സ്റ്റേഴ്സാണ് സ്നാനപ്പെട്ട് ആ പരിശുദ്ധാത്മാവിനുണ്ട്. എത്ര വലിയ നമുക്കറിയാം, എല്ലാ കൊള്ളരുതാഴികളും എല്ലാം ആരംഭിക്കുന്ന കാലിഫോർണിയയാണ്. അതുപോലെ തന്നെ ഈ പെന്തിക്കോസ്ത് പ്രസ്ഥാനം ആരംഭിച്ചത്, അസംബ്ലീസ് ഓഫ് ഗോഡും ചർച്ച് ഓഫ് ഗോഡും ഒക്കെ ആരംഭിച്ചത് 1905 കാലിഫോർണിയയിലാണ്. അതിൻ്റെ ആ നവോത്ഥാനം, അതിൻ്റെ ആ റിവൈവൽ ഉണ്ടായത്. അതുകൊണ്ട് ഇതൊരു പുതിയ തുടക്കമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, ഇന്ന് എവിടെയും രാഷ്ട്രീയത്തിലാണെങ്കിലും ഭരണതലത്തിലാണെങ്കിലും സഭാ നേതൃത്വത്തിലാണെങ്കിലും എല്ലാം ഒരു അസത്യത്തിൻ്റെ ആത്മാവാണ്. എല്ലാം നേരെ വാ എന്നുള്ളതല്ല. അവരുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ബാഹ്യമായിട്ടൊക്കെയുള്ള പ്രകടനങ്ങളൊക്കെ കാണിച്ച് വേറെന്തോ അകത്ത് നടക്കുന്ന അസത്യത്തിൻ്റെ ആത്മാവ്. കർത്താവ് പറഞ്ഞു, ആ അസത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവർ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അതുകൊണ്ട് ഇന്ന് നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, എത്ര ഒരു ഭാരത്തോടു കൂടിയാണ്. നമ്മുടെ ഭാരം എന്തായിരിക്കണം? കർത്താവ്, ഈ പുതിയ തലമുറയുടെ മേൽ നിന്റെ ആത്മാവിനെ പകർന്ന് ആ ഒരു ശക്തിയോടുകൂടെ അവര് നേതൃത്വത്തിലേക്ക് വരുന്നതിനും ആ ദൈവപാതയിലേക്ക് അവർ വരുന്നതിന് വേണ്ടിയുള്ള ആ ഒരു പാഠം. അവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ പകരുന്നത്. അന്ന് ഞങ്ങൾ വീട്ടിലായിരുന്നപ്പോൾ ആ മോൻ്റെ മേലെ പരിശുദ്ധാത്മാവിൻ്റെ അനോയിന്റിങ് ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അതൊക്കെയാണ് ഏറ്റവും ഉദാത്തമായിട്ടുള്ള, നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം അതാണ്. ഇന്ന് അതൊക്കെ പോയിട്ട് മോൻ എങ്ങനെ പഠിക്കുന്നത്, അവൻ്റെ എവിടെ അഡ്മിഷൻ കിട്ടും, അതൊക്കെയാണ് ഇന്ന് മിക്ക മാതാപിതാക്കളുടെ ഏറ്റവും വലിയ വിഷയം. അതാണ്, ജോലി എവിടെ കിട്ടും, അല്ലെങ്കിൽ അവന് വേണ്ടി ഒരു വീട് മേടിക്കണം. അങ്ങനെ എപ്പോഴും പ്രിയമുള്ളവർ, എത്ര മാതാപിതാക്കൾക്ക് അങ്ങനെ ഒരു ഭാരമുണ്ട്. ഇവന് പരിശുദ്ധാത്മാവിൽ ഇവനൊരു അഭിഷേകം ഉണ്ടാകണം, ആ ദൈവപാതയിലേക്ക് അവന് വരണം. അങ്ങനെ എത്ര പേർക്ക് ആ ഹൃദയത്തിൽ നിന്ന് ഭാരമുണ്ടെന്നുള്ളത് സംശയമാണ്. എൻ്റെ ഭാവി സുരക്ഷിതമാകണം, അല്ലെ നല്ല ജോലി വേണം, അങ്ങനെ വേണം, പിന്നെ ദൈവവേലയൊക്കെ വേണമെങ്കിൽ എൻ്റെ സൈഡ് ബിസിനസ്സായിട്ട് ചെയ്തോട്ടെ എന്നൊക്കെയുള്ള ചിന്തകളാണ് പലർക്കും ഉള്ളതായിട്ട് തോന്നുന്നത്. എന്നാൽ യഥാർത്ഥമായിട്ട് ആ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ദൈവം പറയുന്നത്, ദൈവേഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിൽ വളരണം. ബാഹ്യമായിട്ടുള്ള അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപരിയായിട്ട് ദൈവേഷ്ടത്തിൻ്റെ പരിജ്ഞാനത്തിൽ ഈ പുതിയ തലമുറ വരണം, നമ്മുടെ മക്കൾ വരണം എന്നുള്ള ആഴമായിട്ടുള്ള ഒരു ആഗ്രഹം കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ. അത് നമുക്ക് എല്ലാവർക്കും ആ ഒരു, പൗലോസിന് മക്കളില്ലായിരുന്നു. ആ പൗലോസ് പറഞ്ഞ് തിമോത്തിയോസിനെ അവൻ്റെ ആത്മീക പുത്രൻ, എത്രയോ പേരെയാണ് ജയിലിൽ കിടക്കുമ്പോഴാണെങ്കിലും കപ്പൽ ഛേദത്തിൻ്റെ അകത്ത് വിടുമ്പോഴും ആശ്രയം ഉണ്ടാകുമ്പോഴും എല്ലാം പൗലോസിൻ്റെ ആ ഏറ്റവും വലിയ ഊന്നൽ എന്താണ്? പുതിയ ആളുകളെ കർത്താവിനെ കൊണ്ടുവരും. അവരെ കർത്താവിൻ്റെ സ്വന്തമായിട്ട് മക്കളില്ലെങ്കിലും ആത്മാവിൽ മക്കളെ ജനിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് കർത്താവിൻ്റെ ദാസൻ എത്ര വ്യത്യസ്തമായിട്ടുള്ള ഒരു വചനമാണ് പറഞ്ഞത്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു ഭാരമാണ് കർത്താവിൻ്റെ ദാസൻ പറഞ്ഞത്. തൻ്റെ ഹൃദയത്തിൽ നിന്ന്, ഇതിങ്ങനെ പഠിച്ചു പറഞ്ഞതല്ലല്ലോ, തൻ്റെ ഹൃദയത്തിൽ നിന്നും തൻ്റെ അനുഭവത്തിൽ നിന്നുമുള്ള. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ക്യാമ്പസ് മിനിസ്ട്രി ഒക്കെ നടത്തുമ്പോൾ നേരത്തെ അങ്ങ് 30,000 പേരുള്ള ക്യാമ്പസിൽ 30 പേരാണ് വരുന്നത്. എന്നാൽ ഇപ്പോഴാ 30 വരുന്നത് 10 മടങ്ങായി, 10,400 പിള്ളേർ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇന്ന് സത്യത്തിന് വേണ്ടി മനുഷ്യൻ ഇന്ന് പരക്കം പായുകയാണ്. ഈ ചെറിയ തലമുറയൊക്കെ അവർക്കറിയാം, അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും, ഈ പൊയ്മുഖങ്ങളൊക്കെ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും. അതുകൊണ്ട് യഥാർത്ഥമായ സത്യം എവിടെയാണെന്ന് അവർ നോക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാം. കർത്താവ് നമുക്ക് ഈ ദിവസങ്ങളിൽ, നമുക്കറിയാം, യുദ്ധശ്രുതികളും എന്തെല്ലാമാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ നേരത്തെ കേട്ടിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് വളരെ ശക്തമായിട്ട് ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വേലയിൽ നമുക്ക് വർദ്ധിച്ചു വരുന്നതിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസൻ ഈ ദിവസങ്ങളിൽ വളരെ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരട്ടെ. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു തലത്തിലേക്ക് വന്ന് അനേകരെ കർത്താവിലേക്ക് നയിക്കുന്നതിനും യുവതലമുറയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ
കർത്താവിൻ്റെ ദാസനെയും കുടുംബത്തെയും ഈ ദിവസങ്ങളിൽ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മുടെ ഈ പ്രയർ ലൈനിൽ വന്ന് ഇത്രത്തോളം സമയം നമ്മോടൊപ്പം ഇരുന്നതെല്ലാം വളരെ സന്തോഷം. കർത്താവിൻ്റെ ദാസന് വേണ്ടി നമ്മളെല്ലാവരും സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കണമേ. കർത്താവ് നമ്മളെ ഏവരെയും ധാരാളമായിട്ട് സഹായിക്കട്ടെ. താങ്ക് യു.